എനിക്ക് തോന്നുന്നത് താൻ തോന്നി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മിക്ക സെറ്റിലും ജോർജ് എന്നെ കാണാൻ വരുമായിരുന്നു. അന്നൊക്കെ ടി വിയിൽ വരുമോ, ഈ മുഖം ടി വിയിൽ വരുമോ എന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്തിലാണ് ഞാൻ താൻ തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. താൻ തോന്നി കഴിഞ്ഞിട്ട് ശ്രീ ജോർജിൻ്റെ സിനിമ ICU എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രില്ലറാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവരെന്ത് ചെയ്താലും നമുക്ക് കടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി. ഓരോ ആഴ്ചയും പുതിയ പുതിയ കണ്ടൻറ്റുകൾ സിനിമയാവുകയും അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം ഒരിക്കലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മളെ സിനിമ ഒരിക്കലും കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാനും ഒരുപാട് ഗ്യാപ്പുകളൊക്കെ വരാറുണ്ട്, പക്ഷേ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ദിലീപേട്ടൻ്റെ ഒരു സിനിമയുടെ ഗ്യാപ്പിൽ സംഭവിച്ചൊരു സിനിമയാണിത്. 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മാസ് എൻ്റർടൈനർ ആണ് നമുക്ക് ഇതിനു മുമ്പ് തന്നെ താൻ തോന്നി. അതിനുശേഷം ഈ ICU എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിൽ? താൻ തോന്നിയിലെ 3 അക്ഷരം തന്നെയാണ്. താൻ തോന്നി എന്ന് പറയുന്ന സിനിമ നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റായിട്ടോ കുറേ കാലം വർക്ക് ചെയ്ത് പൃഥ്വിരാജിൻ്റെ സിനിമകളിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ ഞാനൊരു ഡേറ്റ് ചോദിച്ചു, അദ്ദേഹം തരാൻ തയ്യാറായി. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സംവിധായകനായിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പം എനിക്ക് ഇൻ്റർവ്യൂവിലൊക്കെ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഗ്യാപ്പില്ല. കാരണം ഞാൻ സിനിമയുടെ പുറകെ തന്നെയാണ്. സിനിമ സംഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ സംഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കും, ഒരുപാട് കഥ ചെയ്യാൻ ആഗ്രഹിക്കും. അതെല്ലാം നടക്കണമെന്നില്ല. അപ്പം നടക്കുന്ന സിനിമ ഇപ്പോൾ ICU തന്നെ ഞാൻ കേട്ട കഥകളിലൊന്നാണ്. അത് എന്നിലേക്ക് സംഭവിക്കുന്നു, എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു, അത് സംഭവിച്ചിരിക്കുന്നു. അല്ലാതെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ സിനിമ എന്നോട് ജോൺകുട്ടി ചേട്ടനാണ്, നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനാണ് ആദ്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ അന്നൊക്കെ ടി വിയിൽ വരുമോ, ഈ മുഖം ടി വിയിൽ വരുമോ എന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്തിലാണ് ഞാൻ താൻ തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആകർഷണം. പിന്നെ സന്തോഷ് ചേട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആകുമ്പോൾ കാണുന്ന പ്രേക്ഷകനും എപ്പോഴും അവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കും. ഈ റൈറ്ററിൻ്റെ മുകളിൽ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. കാരണം അവൻ കുറച്ചും കൂടി കുറച്ചും കൂടി ബുദ്ധിയുള്ളവനാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ചിന്തയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ത്രില്ലർ മൂഡിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇതൊരു നല്ല മികച്ച ത്രില്ലർ സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നന്ദി. താൻ തോന്നി കഴിഞ്ഞിട്ട് ശ്രീ ജോർജിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ കഥ സന്തോഷം പറയുമ്പോഴുള്ള ഒരു മൂഡ് ഈ സിനിമയിൽ നിലനിർത്താനായിട്ട് ഇവർ വളരെയധികം മത്സരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കാലഘട്ടമാണ് ഈ സിനിമയിൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതും അത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ ലേറ്റായാലൊന്നും ഒരു കാര്യമില്ല. കാരണം ആ കഥയിൽ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇനിയും ലേറ്റായാലും ഒരിക്കലും അത് പഴകില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. എന്തായാലും ഒരു ചെറിയ വിഷമം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇത് കാണാൻ, റിലീസിൻ്റെ അന്ന് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. എങ്കിലും അതും നല്ലതിന് വേണ്ടി എന്ന് നമുക്ക്, കാരണം സിനിമ നന്നായിട്ട് പോയാൽ നൊയമ്പ് കഴിഞ്ഞും ഈ സിനിമ തിയേറ്ററിലുണ്ടാവും എന്നും നമ്മൾ ഒരു ഭാഗത്ത് ചിന്തിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നൊയമ്പിന് കണ്ടമാനം ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതും അങ്ങനെ ഒരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ ഷിബു കുറ്റിമൂട് ഇപ്പോഴാണ് ഇരുട്ടത്ത് കണ്ടത്. ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പല കയറ്റവർക്കങ്ങളിലെല്ലാം ഉണ്ടായ ആളുകളുണ്ട്. അവസാനം ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് ഇറങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായി എന്ന് പ്രാർത്ഥിക്കാം. വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചു സിനിമയും കണ്ടൻറ്റിൻ്റെ ബലത്തിൽ
മാത്രമാണ് നമ്മൾ ആ ആത്മവിശ്വാസത്തിലാണ് നമ്മളുള്ളത്. പ്രേക്ഷകർ എല്ലാം തിയേറ്ററിൽ ഈ സിനിമ കാണണം, അങ്ങനെ ഈ സിനിമ വലിയ വിജയമാകണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം പടപട 2 വെട്ടിക്കൽ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ 2 പേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിന് ശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്ത് പറയേണ്ട സിനിമകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹിനി. ഞങ്ങൾ കാമുകന്മാരായിട്ട് അഭിനയിച്ച സിനിമയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ, അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു അവരുടെ ആദ്യത്തെ സിനിമയാണ്. എന്തായാലും വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിബിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ്. ഇപ്പോൾ കുറച്ച് സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടൻസ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ മദ്യത്തിന് വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ, ക്ലബ്ബായതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്തുണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അതിന് വന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത ദിലീപ് സാറിന് വളരെയധികം നന്ദി. സാറിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ ഡയറക്ടറായ ജോർജ് സാറിന് ഒരുപാട് നന്ദി. പിന്നെ ഇത് എഴുതിയ സന്തോഷ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെല്ലാം ശരിയാക്കിയ ഷിബു ചേട്ടന് നന്ദി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ജെയിൻ സർ ആൻഡ് വിനോദ് സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കാരണമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. എന്നെ ചൂസ് ചെയ്ത ജോർജ് സാറിനും വളരെയധികം നന്ദി. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ദിലീപേട്ടനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടു. ദിലീപേട്ടാ, അത്രയ്ക്ക് ഇഷ്ടമാട്ടോ നമുക്ക്. പിന്നെ നല്ലൊരു പടത്തിൻ്റെ ഭാഗമാക്കിയ ജോർജ് സാറിനും അതുപോലെ തന്നെ ജെയിൻ പോൾ സാറ്, സന്തോഷ് ചേട്ടൻ, എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മളെ കൂടെ അഭിനയിച്ച ബിബിൻ, അതുപോലെ ബാബുവേട്ടൻ, ശ്രീകാന്തേട്ടൻ, എല്ലാവരോടും, നമ്മളെ നായിക, എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ എല്ലാവരും സിനിമ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ സെക്കൻഡ് പടം ICU. ആൻഡ് ഇതിന് ചാൻസ് തന്ന ഷിബു ചേട്ടൻ, ജെയിൻ സർ, വിനോദ് ചേട്ടൻ, എല്ലാവർക്കും നന്ദി. ആൻഡ് ഞാൻ തമിഴിൽ കുറച്ച് ഒരു 5 to 6 മൂവീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെടുമൽവാട് ഒരു ഭരത്തിൻ്റെ ഒരു പടം, വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് മലയാളം മൂവി. ആൻഡ് ഐ എം വെരി ഹാപ്പി. ബാബുരാജ് സാർ, എവരി വൺ, ഓൾ ദ കാസ്റ്റ് ആൻഡ് ക്രൂ. ആൻഡ് എല്ലാവരും ഈ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സർ. താന്തോന്നി പോലൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത്രയേറെ വൈകി എന്താണ് ഈ സിനിമ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷങ്ങളുടെ ഗ്യാപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുണ്ടായി, ഞാനൊരിക്കലും എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ല, ഞാൻ നിരന്തരം സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു വാക്കാണ് അത്. എത്രത്തോളം ഒരു മനുഷ്യൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാര്യം ഒരു 13 വർഷം, ഒരു ദശാബ്ദക്കാലത്തിനേറെയായി ഒരാൾ നിരന്തരമായി സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിരാശയും ഇല്ലാതെ പറയുകയും ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ തന്നെ
1 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരാശ തോന്നാറുണ്ട്. പക്ഷേ ജോർജ് ചേട്ടൻ്റെ വാക്കുകളിൽ ഒട്ടും തന്നെ നിരാശയില്ല എന്ന് കണ്ടപ്പോൾ തോന്നിയൊരു വലിയൊരു സന്തോഷം. ഞാൻ എപ്പോഴും ജോർജ് ചേട്ടനെ കാണുകയും എനിക്ക് ജോർജ് ചേട്ടനെ അറിയോ ഇല്ല എന്നറിയില്ല, എനിക്ക് വളരെയധികം സ്നേഹവും ഇഷ്ടവുമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന, ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പരിശ്രമം നടത്തുന്ന വളരെ ചുരുക്കം പേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട പേരാണ് ജോർജ് ചേട്ടൻ. അപ്പോൾ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമ ജോർജ് ചേട്ടന് വേണ്ടി എന്തോ ഒരു മാജിക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന്. ആ മാജിക്ക് ICU ആയി മാറണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടിയാണ്. കാര്യം സത്യത്തിൽ ജോർജ് ചേട്ടനെ പോലുള്ള ആളുകൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അത് മലയാള സിനിമ പരാജയപ്പെടുന്ന പോലെ ആയിപ്പോകും. അത് സംഭവിക്കാൻ പാടില്ല. ജോർജ് ചേട്ടന് എല്ലാവിധ നന്മകളും ഉണ്ടാകണം. ജോർജ് ചേട്ടൻ ഇനിയും ഒത്തിരി സിനിമകൾ ഉണ്ടാവണം. ഇനിയൊരു ഗ്യാപ്പിനിട കൊടുക്കാതെ ഒത്തിരി സിനിമകൾ ജോർജ് ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ വേദി പറയാനുള്ളത്. കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. ബാബുരാജേട്ടനുണ്ട്, ബിപിനുണ്ട്, ശ്രീകാന്തേട്ടനുണ്ട്, ജെയിൻ, ഒത്തിരി പേര്, എല്ലാം പരിചിതരായ മുഖങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു സിനിമയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ. റംദാൻ മാസമാണെന്നുള്ള പേടി വേണ്ട. ദൈവം ഏറ്റവും കൂടുതൽ കനിഞ്ഞു നൽകുന്ന മാസമാണ്. ആ മാസം ജോർജിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാസമായി മാറട്ടെ. താങ്ക് യു. ജോർജിൻ്റെ ഈ ശ്രമത്തിന് ICUയിലൂടെ ഒരു ഉത്തരം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് സന്തോഷിനെയാണ് എപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോൾ പോലും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സന്തോഷമായിട്ടാണ്. സന്തോഷിൻ്റെ മുഖഭാവം കാണുമ്പോഴറിയാം ഈ കഥ വർക്കാവോ ഇല്ല എന്നുള്ളത്. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ICU പോലുള്ളൊരു സിനിമ, സന്തോഷ് എഴുതിയ സിനിമ. അത് മനോഹരമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ആ വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും അത് ഉറപ്പുണ്ട്, അത് ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ. പിന്നെ റംസാൻ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യം, ഞാനും നോമ്പ് പോയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഇപ്പോഴും സിനിമ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഞാൻ നിരന്തരമായിട്ട് സിനിമ കാണുന്ന ആൾ തന്നെയാണ്. അപ്പോൾ റംസാൻ ആയതുകൊണ്ട് സിനിമ കാണില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഓടിയ ചരിത്രമുണ്ട് റംസാന്. തീർച്ചയായിട്ടും ICU അത്തരത്തിൽ നാളെ ഇതുപോലെ ഒരു വേദിയിൽ ഇരുന്ന് പറയുമ്പോൾ റംസാൻ ഓടിയ സിനിമയുടെ ലിസ്റ്റിൽ ICU ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ ഞാൻ ട്രെയിലർ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ബിപിൻ ചേട്ടൻ്റെ ഇത് ഫൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അവരാജൻ്റെ ജോർജ് ചേട്ടാ അടിപൊളിയായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാം. ഇത്ര താങ്ക് യു. ഒരുപാട് ഈ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു സുഹൃത്താണ് ജോർജ്. അന്നോട്ട് അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ പറയാറുണ്ട്. ഞാനും അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പടം ചെയ്യണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ എപ്പോഴും ഞാനും പറയാറുണ്ട്. പിന്നെ ലൈഫിൽ ആദ്യമായിട്ട് ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമ ലീഡ് ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയപ്പോൾ അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും എല്ലാവിടെ നിന്നും വന്ന് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ മുഖം മാത്രം വെച്ച് നടന്നൊരു സിനിമ നടക്കില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ബിബിനോടാണ് പറഞ്ഞത്. ബിബിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബിബിൻ. സബ്ജക്റ്റ് പോലും കേൾക്കാതെ അന്ന് ചേട്ടാ എന്തായാലും ഞാൻ ചേട്ടന് വേണ്ടി അത് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് ബിബിൻ ജോർജ്. അപ്പോൾ അങ്ങനെ ലൈഫിൽ ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ചേർന്ന് ചെയ്യുന്നൊരു സിനിമ ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഈ റംദാൻ കാലത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഈ പടത്തിനുണ്ടാവട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെയും ഒത്തിരി സപ്പോർട്ട് കൊണ്ട് ഭയങ്കര എളുപ്പത്തിൽ സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമ കുറച്ച് മുമ്പ് റിലീസ് ചെയ്യുന്നതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എപ്പോഴും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്ന, ഇപ്പോൾ ഒരു സീൻ കാണിച്ച് പിന്നെ ഇതിന് മുമ്പുള്ളതായിരിക്കും കാണിക്കുന്നത്. ഇത് നോർമലി ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ബെസ്റ്റ് ടൈമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആളുകൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമാസിന് ഭയങ്കര യൂസ്ഡ് ആയി. ഇപ്പോൾ എക്കോ ആയാലും അങ്ങനെയുള്ള സിനിമകളിൽ ഈ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങി. അത് കാരണം ഇതിപ്പോൾ ഒരു റൈറ്റ് ടൈമാണെന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. അതുപോലെ ബാക്കി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഈ സിനിമ തീർച്ചയായിട്ടും സംഭവിക്കേണ്ട സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ പറയാറുണ്ട്, ഈ നിനക്ക് സിനിമ എടുക്കാൻ പ്രാന്താണോ അല്ലെങ്കിൽ കിർക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. സിനിമയിലുള്ള എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ചെറിയൊരു കാരണം, അവർ സ്വപ്നങ്ങൾ കാണുന്നവരും അല്ലെങ്കിൽ നോർമൽ ആളുകൾ തിങ്ക് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ഡിഫറെൻ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ചില കഥകൾ കേൾക്കുമ്പോൾ ഓക്കെ ഇതിങ്ങനെ ഒരു സിനിമ ആവണം, അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം ഇതിൻ്റെ പുറകെ നടക്കുന്നത്. ഇപ്പോൾ വിനോദാടനാണെങ്കിലും തമിഴും മലയാളവും ഒക്കെ ആയിട്ട് പല സിനിമകളും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട്, ഇപ്പോൾ ഒരു പ്രാവശ്യം വിനോദേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കാല സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ
മുംബൈയിൽ ഫുൾ ട്രാഫിക്കിൽ ഒരു സിനിമയും അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് 2 സൈഡിൽ നിന്നും ബ്ലോക്ക് ചെയ്തിട്ട് രജനീകാന്ത് വരുന്ന ഒരു സീൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് മുംബൈ സ്റ്റക്കായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള റിസ്ക് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോ സിനിമകൾ സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമ എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും എന്ന് തന്നെ നമ്മൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ട ട്രെയിലർ ലോഞ്ച് ആണല്ലോ നമ്മുടെ പരിപാടി. ഈ ട്രെയിലർ ലോഞ്ചിൽ എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായി തോന്നിയ ഒരാളാണ് ജോസ് ഫ്രാങ്ക്ലിൻ മ്യൂസിക്. അദ്ദേഹം ചെയ്ത മലയാള സിനിമ, ആ സിനിമയുടെ ഡയറക്ടർക്ക് സ്റ്റേറ്റ് അവാർഡാണ്. ആ സിനിമയുടെ ഡയറക്ടറുടെ പടമാണ് അടുത്തത് ദിലീപേട്ടൻ പെൻഡിങ് കിടക്കുന്ന പറക്കും പപ്പൻ. ആ സിനിമ അന്ന് സ്പെഷ്യൽ ഷോ ദിലീപേട്ടന് വേണ്ടി വെച്ചിട്ടുണ്ട്. അന്ന് ദിലീപേട്ടൻ ചോദിച്ച മ്യൂസിക് ഡയറക്ടറാണ് ഇത് ആരാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഇറ്റ്സ് എ ലക്ക്. ഭയങ്കര ഭാഗ്യമാണ്. എനിക്കൊരു കട്ട് ഓഫ് ഡേറ്റ് തരുന്നു. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എഴുതി തന്നാൽ മാത്രം ഇത് ചെയ്യാമെന്ന്. അതർവൈസ് ഈ സിനിമയില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ച ഒരാളാണ്. താങ്ക് യു. അത് ഈ ഫാമിലിയുടെ ഭാഗമായതുകൊണ്ടാണ് നിങ്ങളെ സെപ്പറേറ്റായി വിളിക്കാത്തത്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് സംഗതി. ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ സത്യത്തിൽ ഈ സിനിമയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഏറ്റവും വലിയ ടെക്നീഷ്യൻസ്, മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വലിയ ടെക്നീഷ്യൻസിനെയും ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു. ജോസ് വരാൻ പോകുന്ന ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടറായിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. അത്രയ്ക്കും ഡെഡിക്കേറ്റാണ്. ബാബുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ബാബുരാജും തമ്മിൽ 1995 സ്പെഷ്യൽ സ്ക്വാഡ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാനും വളരെ ജൂനിയർ, പുള്ളിയും വരുന്ന സമയം, അങ്ങനെയാണ് അവിടെ മുതലുള്ള പരിചയമാണ്. എല്ലാവരും മുന്നോട്ടിറങ്ങി ഒരു നിർമ്മാതാവ് മുന്നോട്ട് വീണ്ടും വീണ്ടും സിനിമയെടുത്ത് പോയാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ എന്നുകൂടെ ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.